ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചൂടി ബോട്ടം പാൻറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗപ്പെടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് 2 മീറ്റർ മെറ്റീരിയലാണ് ആവശ്യം. അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 40 ഇഞ്ചാണ്. 8 ഇഞ്ച് എക്സ്ട്രാ ചുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ നീക്കി വെക്കണം. പിന്നെ 40 ഇഞ്ചാണ്. 40 ഇഞ്ചിൽ 7 ഇഞ്ച് യോഗിന് വേണ്ടിയിട്ട് യോഗ് പീസ് നമുക്ക് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. എല്ലാം ഞാൻ ഈ തംബ്നെയിലിൽ ഈ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതൊരു ലാർജ് ചുരി ബോട്ടാണ്, അതുകൊണ്ട് കൂടുതൽ ചുരുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ മീഡിയം സ്മോൾ സൈസൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ചുരുക്ക് വളരെ കുറച്ച് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇത് ലാർജ് സൈസ് ആയതുകൊണ്ട് കൂടുതൽ ചുരുക്കിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഇതേപോലെ ആ കർവിൻ്റെ പീസ് മാർക്ക് ചെയ്യണം. അതേപോലെ അടിയിൽ നിന്നും മുകളിലോട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം, എങ്കിലേ ഇതിൻ്റെ ഫിറ്റിങ് റെഡിയായി വരുള്ളൂ. മുകളിൽ നമുക്ക് വേണ്ടത് 15 ഇഞ്ചാണ് ആ കർവിൻ്റെ ഭാഗം. അത് 7 ഇഞ്ച് യോഗ് പീസും കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അതേപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്യണം. തുന്നത്തുമ്പ് വേണ്ടത് 2 ഇഞ്ചാണ്. അടി മുതൽ മുകളിൽ വരെ 2 ഇഞ്ച് തുന്നത്തുമ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അടിയിൽ നിന്നും 4 ഇഞ്ച് മുകളിലോട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. അത് ബട്ടൺ വെക്കാനുള്ളതാണ്, കാല് കയറാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ 2 ഇഞ്ച് കണക്കിന് തുന്നത്തുമ്പ് വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അടിയിൽ വേണ്ടത് 1 ഇഞ്ച് ഫോൾഡാണ്. 1 ഇഞ്ച് തുന്നത്തുമ്പ് മടക്കാൻ വേണ്ടിയിട്ട് നീക്കി വെക്കണം അടിഭാഗത്ത് 1 ഇഞ്ച് വീതിയിൽ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി മുകളിലെ യോഗ് പീസാണ്. അതിന് 25 + 25 ചുറ്റളവ് 50 ഇഞ്ച് വേണം. അടിയിൽ 7 ഇഞ്ച് വേണം ഇതിൻ്റെ വീതി. അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തുണി കുറവാണെങ്കിൽ ഇതേപോലെ ഒരു ഭാഗത്ത് ജോയിൻ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി വേണ്ടത് ഇതിന് അരവണ്ണത്തിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള റിബണാണ്. നാട ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തുണി ലെങ്ത്ത് കുറവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പീസ് ജോയിൻ്റ് ചെയ്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഇതേപോലെ ജോയിൻ്റ് ചെയ്യാം. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ ആദ്യം യോഗ് പീസ് തമ്മിൽ ജോയിൻ്റ് ചെയ്യാം. മുകളിൽ നാടക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ വെക്കണം. സ്റ്റിച്ച് ഒഴിവാക്കിയിട്ടിട്ട് വേണം നമുക്ക് ജോയിൻ്റ് ചെയ്യാൻ. ഇനി ജോയിൻ്റ് ഭാഗം 2 ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് വളരെ വൃത്തിയിൽ തന്നെ തയ്ച്ചെടുക്കണം. ഇത് വളരെ വൃത്തിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 2 ഭാഗത്തേക്കും ഒരേപോലെ ഫോൾഡ് ചെയ്യണം തുന്നത്തുമ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കാം. ബോട്ടത്തിൻ്റെ അടിഭാഗം 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ
ഒറ്റ മടക്കി തയ്ച്ചെടുക്കാം. ഇനി വേണ്ടത് ബോട്ടം മുകളിൽ നിന്ന് അടി വരെ 2 ഇഞ്ച് തുന്നത്തുമ്പ് വെച്ചിട്ട് തയ്ച്ചെടുക്കണം. ക്രോസ് തുണിയായതുകൊണ്ട് നമ്മൾ ഇതേപോലെ കുറച്ച് വലിച്ചു കൊടുക്കണം. അടിയിൽ ബട്ടൺസ് വെക്കാനുള്ള ഭാഗം ഇതേപോലെ തയ്ച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കർവിൻ്റെ ഭാഗം മുകളിൽ കർവിൻ്റെ ഭാഗം ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം. രണ്ട് പീസും കൂടെ ജോയിൻ്റ് ചെയ്തിട്ട് തയ്ച്ചെടുക്കണം. ഇപ്പോൾ പാൻറ് ബോട്ടത്തിൻ്റെ ഭാഗം ജോയിൻ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കണക്കാക്കിയിട്ട് യോഗ് പീസിൻ്റെ 2 ഭാഗത്തും മാർക്ക് ചെയ്യുക. അതിൻ്റെ ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്ത് ബാക്ക് ഭാഗത്ത് നിന്ന് വേണം നമുക്കിത് തുടങ്ങാൻ. ജോയിൻ്റ് ബോട്ടത്തിൻ്റെ ജോയിൻറ്റും യോഗ് പീസിൻ്റെ ജോയിൻറ്റും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. യോഗ് പീസിൻ്റെ ഭാഗം അടിഭാഗത്തും ബോട്ടത്തിൻ്റെ ഭാഗം മുകളിലായിട്ട് വേണം തയ്ച്ചു തുടങ്ങാൻ. ഇനി യോഗ് പീസിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ബോട്ടത്തിൽ എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് ആ ഭാഗത്ത് ചുരുക്കി കണക്കാക്കി എടുക്കണം. അതിന് വേണ്ടത് യോഗിൻ്റെ 2 ഭാഗത്തും 6 ഇഞ്ച് വീതിയിൽ അപ്പുറം ഇപ്പുറം മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ബോട്ടത്തിൻ്റെ എക്സ്ട്രാ വരുന്ന എല്ലാ തുണികളും അവിടെ ചെറുതായിട്ട് ചുരുക്കിട്ട് കൊടുക്കണം. ഇത് ലാർജ് സൈസ് ആയതുകൊണ്ട് കുറച്ച് ചുരുക്ക് കൂടുതൽ വരും. മുൻപ് പറഞ്ഞ പോലെ സ്മോൾ മീഡിയം സൈസിനൊക്കെ ചുരുക്ക് വളരെ കുറച്ച് മതി. ചിലത് ചുരുക്കില്ലാതെയും കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാവുന്നതാണ്. ഫുൾ ഓൾറൗണ്ട് ഇതേപോലെ തയ്ച്ചെടുക്കണം. മുൻപിൽ 12 ഇഞ്ചാണ് ചുരുക്കിന് വേണ്ടി വേണ്ടത്. ബാക്കിൽ ചുരുക്കിൻ്റെ ആവശ്യമില്ല. ഇത് ഓൾറൗണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഫുള്ളായിട്ട് ഇത് തയ്ച്ചെടുക്കണം ഓൾറൗണ്ട്. ഇനി യോഗ് പീസിൽ നമുക്ക് നാട വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതോടുകൂടി ഈ ചുരി ബോട്ടത്തിൻ്റെ വീഡിയോ അവസാനിച്ചു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് പാൻറ്റിൻ്റെ ശരിയായിട്ടുള്ള രീതി.